ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പിൻ്റെ ഇലയട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നു. ഇത്ര നെയ്യ്, കുറച്ച് ഉപ്പൂടി ഇടണം. എന്നിട്ട് മിക്സ് ചെയ്യും. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഈ വെള്ളം ഞാൻ ചൂടാക്കി തിളപ്പിച്ചതല്ല, ചെറിയ ചൂടുവെള്ളമാണ്. അതിലിനി കുഴയ്ക്കാൻ പോവാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കൈ ചൂടാകുന്നു, എന്നാലും ഞാൻ കുഴയ്ക്കുക. മാവ് കണ്ട് ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ കൂട്ട് വരരുത്, അതിലും വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇങ്ങനെ വേണം മാവ്. തവയിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. തവയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് തേങ്ങയുടെ വെള്ളം മാറണം. ഫ്രൈ ഒന്നും ആവേണ്ട. തേങ്ങയുടെ ചെറുതായിട്ട് വെള്ളം മാറണം. ഫ്രൈ ആവല്ലേ. ചെറുതായിട്ട് വെള്ളം പോന്നു കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള ശർക്കര പൊടി, എൻ്റെ കയ്യിലിരിക്കുന്നത് ശർക്കര പൊടിയാണ്. ഒരഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി. ഇത് ആവശ്യത്തിനുള്ള ശർക്കര ഇടണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഈ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ആവണം. ഇതിലേക്ക് ജീരകവും ഏലക്കയും രണ്ടും കൂടെ വറുത്ത് പൊടിച്ചതായത് ഇതിലൂടെ ഇട്ട് മിക്സ് ചെയ്യുക. കുറേ നേരമൊന്നും വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. റെഡിയായി. ഇനി ഓഫ് ചെയ്യാം. ഇനി തണുക്കുമ്പോൾ മാവ് പരത്തി അതിൽ ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ബാക്കി പിന്നീട് കാണിക്കാം. ഞാൻ ഇല പൊട്ടാതിരിക്കാൻ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുത്തു. ഒരു ഇഡലി പാത്രത്തിൽ സ്റ്റീമർ വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഈ ഇലയിൽ പരത്തി ഇതിലോട്ട് വെക്കണം. ഇനി നമുക്ക് പരത്താം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് മാവെടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇലയിൽ പരത്തണം. ഇലയിൽ പരത്തിയിട്ട് ഈ ഫില്ലിങ് ഇതിൽ വെക്കണം, കുറേച്ച് വെക്കണം. ഇതായിട്ട് ഒരു സൈഡിൽ വെക്കണം. ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി 2 സൈഡും ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കണം. ഇങ്ങനെ ഇങ്ങനെ മടക്കി സ്റ്റീമറിൽ വെക്കണം. അടുത്തോടെ ഉണ്ടാക്കാം. പിന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. അറിയാൻ വയ്യാത്തവരൊക്കെ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ പരത്തി ഫില്ല് ചെയ്ത് മടക്കി ഇങ്ങനെ മടക്കി സ്റ്റീമറിലോട്ട് വെക്കുക. എല്ലാം സ്റ്റീമറിൽ വെച്ചു. 10-20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും.
ഇലയപ്പം വെന്തോന്ന് നോക്കാം. ഇലയപ്പം റെഡിയായി. ഇങ്ങനെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.